കൗണ്ടർ സെറ്റപ്പ് ചെയ്യേണ്ട ഹാർഡ്വെയറിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. മാക്സിമം നമുക്കൊരു 6 സിസ്റ്റം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പോ പറയുന്നത്. 3 ലൈവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാക്കി 3 ബാക്കപ്പ് ആയിട്ടാണ്. പ്രിന്റർ 2 വേണം. നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ബെറ്റർ. യു പി എസിന്റെ ബാക്കപ്പ് വേണം, ജനറേറ്റർ വേണം, ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് യൂസറിലേക്ക് പോവാം. ബ്ലോക്ക് യൂസേഴ്സ് ഉപയോഗിക്കേണ്ടത് 3 ടൈപ്പ് യൂസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബ്ലോക്ക് വൈസ് ഗ്രാമപഞ്ചായത്തിനൊന്ന്, ബ്ലോക്ക് പഞ്ചായത്തിനൊന്ന്, ഡിസ്ട്രിക്ട് പഞ്ചായത്തിനൊന്ന്. ഈ എൻട്രിക്ക് വേണ്ടിയുള്ള യൂസേഴ്സ് ആണിത്. യൂസറിന്റെ ഒരു സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. ബ്ലോക്കിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കോഡ് വരും, ബ്ലോക്ക് ഐ ഡി വരും, പിന്നെ ട്രെൻഡ് യൂസർ എന്ന് വരും. ദെൻ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെ ആ ഒരു GBD എന്നുള്ള രീതിയിൽ. അത് അർബണിലേക്ക് വരുന്ന സമയത്ത് എന്നായിരിക്കും. നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ഡിസ്ട്രിക്ട് കോഡ്, അതിൻ്റെ ഒരു ID, TU എന്ന് പറഞ്ഞ ട്രെൻഡ് യൂസർ, U1 U2 എന്ന് പറഞ്ഞ 2 യൂസേഴ്സ് ഉണ്ട്. പോളിംഗ് പാർട്ടി കളക്ഷൻ സെന്ററിലേക്ക് വരുന്ന സമയത്ത് അവരൊരു ഡോക്യുമെന്റ് കൊണ്ടുവരും. ആ ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കേണ്ട ഡേറ്റയാണ് നമുക്ക് വോട്ടർ ടേൺ ഔട്ട് എൻട്രിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലോക്കിലാണെങ്കിൽ നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ യൂസർ വെച്ച് ആ എൻട്രി ചെയ്യാൻ പറ്റുന്നത്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ 2 യൂസർ ഉണ്ടാവും. ആ 2 യൂസർ വെച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ യൂസർ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്തിന്റെ യൂസറിനകത്ത് കയറിയതിനു ശേഷം റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് വോട്ടർ ടേൺ ഔട്ട് എൻട്രി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു റെഡ് കളറിൽ ടേൺ ഔട്ട് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാർഡ് നമ്പർ, പോളിംഗ് സ്റ്റേഷൻ നമ്പർ അടിക്കാൻ വേണ്ടി എൻട്രിക്ക് വേണ്ടിയിട്ട് സ്ഥലം വരും. അവിടെ എൻട്രി കൊടുത്തതിനു ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആ ഷീറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള ഒരു വിൻഡോ കാണാൻ പറ്റും. മെയിൽ പോൾഡ്, ഫീമെയിൽ പോൾഡ്, അതർ പോൾഡ്, ടെൻഡർ വോട്ട്, EVM വോട്ട്സ്, EVM യൂസ്ഡ്, ഈസ് അഡ്ജേൺ. ഇത്രയും അതിനകത്ത് ആ ഷീറ്റിനകത്ത് ഉണ്ടാവും, ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റ എൻട്രി ചെയ്യുക, സേവ് ചെയ്യുക. ഇങ്ങനെ എല്ലാ പോളിംഗ് സ്റ്റേഷൻ ഡീറ്റെയിൽസും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. അതായത് പോളിംഗ് ഡേയിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി വോട്ടർ ടേൺ ഔട്ട് എൻട്രി മാത്രമാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കടുത്ത് കൗണ്ടിങ് ഡേയുടെ അന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് ട്രെൻഡ് എൻട്രി. ബ്ലോക്ക് യൂസർ ആണെങ്കിൽ നമുക്കിവിടെ ഗ്രാമപഞ്ചായത്തിന്റെ യൂസറിൽ കയറുക. നമുക്ക് ഇതിന്റെ കൗണ്ടിങ് സ്ലിപ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അത് ജനറേറ്റിന്റെ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുക, ഗ്രാമപഞ്ചായത്തിന്റെ ലോഗിൻ ചെയ്യുക. ഇതിൽ കൗണ്ടിങ് സ്ലിപ്പ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെ ഒരു ഐക്കൺ കാണും. അത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വേറെ വിൻഡോ വരും. ആ വിൻഡോയ്ക്കകത്ത് നിന്ന് നമുക്ക് കൗണ്ടർ സ്ലിപ്പ് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ഇങ്ങനെയായിരിക്കും ആ ഒരു ഫോർമാറ്റ് വരുന്നത്. 2 കോപ്പി, എല്ലാത്തിൻ്റെയും 2 കോപ്പി വെച്ച് എടുത്ത് വെക്കേണ്ടതാണ്. പോസ്റ്റ് ലോട്ടിൻ്റെതും അതിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. അതും ആ സ്ലിപ്പും എടുത്ത് വെക്കേണ്ടതാണ്. അടുത്ത ട്രെൻഡ് എൻട്രി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ട്രെൻഡ് എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ട്രെൻഡ് എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിൻഡോ പോലെ അവൈലബിൾ ആവും. സെയിം ആസ് നമ്മൾ വാർഡ് നമ്പർ, പോളിംഗ് സ്റ്റേഷൻ നമ്പർ ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് കാൻഡിഡേറ്റ്സിന്റെ നെയിം വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എൻട്രി കൊടുക്കുക. ടോട്ടൽ വോട്ട്സ് പോളിൽ എത്രയാണോ അതിൻ്റെ കൂടെ എൻട്രി വാലിഡേഷൻ ഉണ്ട്. എൻട്രി കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്ന. ഇത് ഓരോ പോളിംഗ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസും എൻട്രി ചെയ്തതിന് ശേഷം പോസ്റ്റൽ വോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വാർഡ് നമ്പർ കൊടുത്തതിന് ശേഷം പോളിംഗ് സ്റ്റേഷൻ നമ്പർ 000 കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പോസ്റ്റൽ വോട്ട് നിന്ന് അതായത് വാർഡിലെ പോസ്റ്റൽ വോട്ട് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം വരുന്ന ഈ പോസ്റ്റൽ വോട്ടും ടെൻഡർ EVMന്റെ വോട്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോളിംഗ് വാർഡ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
കൗണ്ട് ഓവർ എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം കൗണ്ട് ഓവർ എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വോട്ടിംഗ് കഴിഞ്ഞു, അതായത് പോളിംഗ് കൗണ്ടിങ് കഴിഞ്ഞു. പിന്നെ ഡിക്ലെയർ ചെയ്യേണ്ട പ്രൊസീജിയറാണ് ചെയ്യേണ്ട ആക്ടിവിറ്റി വരുന്നത്. ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫോം 25 കിട്ടും. അത് ആദ്യം ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് കിട്ടുന്നത് നോട്ട് ഡിക്ലെയർ എന്നുള്ള ഫോം ആയിരിക്കും. ആ ഫോം എടുത്തതിന് ശേഷം ആറോ ചെക്ക് ചെയ്ത് അത് സൈൻ ചെയ്തതിന് ശേഷം മാത്രം ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിക്ലെയർ എന്ന ഓപ്ഷൻ ഉണ്ടാവും, ആ ഡിക്ലെയർ കൊടുക്കുക. ഡിക്ലെയർ കൊടുത്ത് വേറെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ആ വിൻഡോയിലും ഡിക്ലെയർ കൊടുത്തു കഴിഞ്ഞാൽ ഡിക്ലെയർ ആയി കഴിഞ്ഞു. അതിനുശേഷം ഈ കുറച്ച് ഫോംസ് ഉണ്ടാവും, ആ ഫോംസ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാം. 25 ഉണ്ട്, 25A ഉണ്ട്, അതിനുശേഷം വരുന്നത് 26 ഉണ്ട്, 27 ഉണ്ട്. ഈ ഇത്രയും ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ എടുത്ത് നമ്മളവിടെ കീപ്പ് ചെയ്യണം. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞാൽ കാണുന്നത്. അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെയിം ആസ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് പോലെ തന്നെയാണ്. നമ്മൾ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് അവസാനം വരുന്ന ഒരു ആൽഫബറ്റ് മാത്രം ചേഞ്ച് ആവും. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ B എന്നൊരു. ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ഇവിടെ ആകെ ചേഞ്ച് ഉള്ളത് ടെൻറ്റ് എൻട്രി ചെയ്തതിനു ശേഷം നമ്മൾ പോസ്റ്റൽ വോട്ടിന് വേറൊരു ബട്ടൺ ആണുള്ളത്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോസ്റ്റൽ വോട്ടും എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ഡിക്ലെയർ ഓർ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഡിക്ലെയർ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു വിൻഡോ. സെയിം നമുക്ക് ഒരു വാർഡ് ലിസ്റ്റിന്റെ ഇത് കിട്ടും. അവിടെ ഡിക്ലെയർ എന്ന ഓപ്ഷൻ കൊടുക്കുക, പബ്ലിഷ് ചെയ്യും. അങ്ങനെ അതിനുശേഷം നമ്മൾ ആ ഫോംസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ സെയിം ആണ്. നമുക്ക് എൻട്രി കൊടുക്കുക. എൻട്രി കൊടുത്തതിന് ശേഷം ട്രെൻഡ് എൻട്രി കൊടുത്തതിന് ശേഷം നമുക്ക് പോസ്റ്റൽ വോട്ട് അതിന്റെ എൻട്രി ചെയ്യേണ്ട ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെ ROയുടെ ഇതാണ്. അത് അവിടെ നിന്നല്ല ചെയ്യുന്നത്, ഇവിടെ കളക്ടറേറ്റിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് അർബൻ യൂസറാണ്. അർബൻ യൂസറിന് സെയിം ആണ്. നമുക്ക് M എന്ന് തുടങ്ങുന്ന ഒരു ഇതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് യൂസർ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. U1 U2 ഏത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇതിലും സെയിം ആണ്. ഓട്ടോ എൻട്രി നമുക്ക് പോളിംഗ് ഡേ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം അർബൻ യൂസറിലും ട്രെൻഡ് എൻട്രി സെയിം ആണ്. ട്രെൻഡ് എൻട്രി കൊടുക്കുക, വാർഡ് സെലക്ട് ചെയ്യുക, പോളിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ പേര് വരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡേറ്റ എൻട്രി ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ വോട്ടെല്ലാം ടോട്ടൽ വോട്ട്സും എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. അത് കഴിഞ്ഞ് പോസ്റ്റൽ വോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ കൊടുത്ത പോലെ പോളിംഗ് സ്റ്റേഷൻ്റെ ഭാഗത്ത് 000 കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്ക് കാൻഡിഡേറ്റ്സ് നെയിമും ഡീറ്റെയിൽസും കിട്ടും. കറസ്പോണ്ടിങ് ആയിട്ട് പോസ്റ്റൽ വോട്ടിൻ്റെ കൗണ്ട് എൻ്റർ ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം ആണ്.